ഇന്ന് നമ്മളെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. അപ്പം വീട്ടിൽ നിന്നുള്ള വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്നതായിരിക്കുന്നു. ഇത് ഷോപ്പിൽ നിന്നുള്ള പരിപാടിയാണ് കേട്ടോ. ഇത് എഡിറ്റ് ചെയ്യാൻ വേണ്ടി കുറേ ലേറ്റായി, അതുകൊണ്ട് അത് ഇപ്പോൾ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഷോപ്പിൽ കസ്റ്റമറൊക്കെ ഉണ്ട്. ഇത് ഈ ഇരിക്കുന്ന ആളെ ഞാൻ കാര്യമായിട്ടൊന്ന് പരിചയപ്പെടുത്താം. ഇത് നമ്മളെ സൈനത്ത് കേട്ടോ. പണ്ട് ചെറിയ ഷോപ്പുള്ളപ്പോൾ മുതൽ അന്നും ഇന്നും നമ്മുടെ സ്വന്തം മക്കളെ പോലെ കാണുന്ന ഒരു നല്ല സ്നേഹമുള്ള ഒരു സൈനത്തെയാണ് ഈ സൈനത്ത് കേട്ടോ. അപ്പോൾ സൈനത്തയോട് കേക്ക് മുറിക്കുമ്പോൾ നിൽക്കാമെന്ന് ചോദിച്ചു. അവർക്ക് സമയമില്ലാത്തതുകൊണ്ട് അവർ പോയിനെ. അതിനുശേഷം ഇതാ കേക്ക് മുറിക്കേണ്ട പരിപാടി. അപ്പോൾ ഇതാ നമ്മളെ കേക്ക് എത്തിയിരിക്കുന്നു. ഇതാണ് കേക്ക് കേട്ടോ. എഴുതിയത് കണ്ട സ്റ്റാഫെല്ലാം കൂടി അറേഞ്ച് ചെയ്ത പരിപാടിയാണ്. കൈകൊട്ടിയാ മതി. പരപ്പാട്ടയാണ്. അപ്പോൾ ഇതാ കേക്ക് മുറി കഴിഞ്ഞാൽ ഇനി കേക്ക് തീറ്റിയാന്നല്ല അടുത്ത പരിപാടി. നമ്മളെ ഷോപ്പിൽ എല്ലാവരും ബർത്ത്ഡേക്കും ഇതാ കേക്ക് മുറിക്കലുണ്ട്. എല്ലാവരും ബർത്ത്ഡേ എന്ന് വെച്ചാൽ നമ്മൾ ഗംഭീരമായിട്ട് ആഘോഷിക്കും. ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊന്ന് മാസത്തിൽ ഓരോരോ പരിപാടി ഉണ്ടാവും. ഇനിയോ ബർത്ത്ഡേ അല്ലെങ്കിൽ മക്കളെ ബർത്ത്ഡേയോ മറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കേക്ക് മുറിയല്ല, അത് പപ്സ്, പിന്നെ കട്ടൻ ചായ, ലൈമ്, അല്ലെങ്കിൽ എല്ലാവർക്കും ബിരിയാണി, അല്ലെങ്കിൽ കോക്ടെയിൽ, അങ്ങനെ എന്തെങ്കിലും ആയിട്ട് എല്ലാ മാസവും സന്തോഷിക്കാനുള്ള എന്തെങ്കിലും വകുപ്പ് നമുക്ക് ഉണ്ടാവലുണ്ട്. നമ്മൾ ഒരുപാട് ആൾക്കാരല്ല. അപ്പോൾ ഈ ഒരു കൂട്ടായ്മയിൽ ഇതുപോലത്തെ ഇടയ്ക്കിടയ്ക്കുള്ള ആഘോഷം എന്ന് പറയുമ്പോഴല്ല എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എന്തായാലും വിശേഷ ദിവസങ്ങളുണ്ടല്ലോ, മറ്റുള്ളവർക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുമ്പം അവരെ സന്തോഷം കാണുമ്പം അവരെ സന്തോഷിപ്പിക്കേണ്ടാകുന്ന ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അതാണ് യഥാർത്ഥ സന്തോഷം. അപ്പം നമ്മുടെ എല്ലാവരും ബർത്ത്ഡേക്കായാലും എല്ലാ പരിപാടിക്കും നമ്മൾ ഇതുപോലുള്ള പരിപാടികൾ ചെയ്യാറുണ്ട്. എല്ലാവരും ഇത് ചെയ്യുന്നുണ്ടാവുമെന്ന് എനിക്കറിയാം. എന്നാലും നമുക്കിതൊരു പ്രത്യേക സന്തോഷമാണ്. കാരണം നമ്മൾ ഈ ചെറിയ കുടുംബത്തിലുള്ള കൊച്ചു കൊച്ചു ആഘോഷങ്ങളും നമുക്ക് വലിയ വലിയ ആഘോഷമാണ്, അതോ വലിയ വലിയ സന്തോഷം കൂടിയാണ് നമുക്ക്. പിന്നെ അടുത്ത പരിപാടി ഉണ്ടല്ലോ, കേക്കെല്ലാം മുറിച്ച് കഴിഞ്ഞാകുമ്പോൾ ഇവർക്കുള്ള പരിപാടിയാണ് ഇത്. എനിക്ക് ഇതിനോട് വലിയ യോജിപ്പില്ലെങ്കിലും എല്ലാവരുടെ സന്തോഷങ്ങളും നമ്മളും പങ്കുചേരുന്നു. ഇതാ കാണുന്നില്ലേ, മുഖത്ത് ഇതിൻ്റെ ക്രീം വരത്തേക്കോ. ഈ സാധനമെങ്കിൽ തുടച്ചാലും പോലെ കഴുകിയാലും പോലെ അങ്ങനത്തെ ഒരു സാധനമാണ് കേട്ടോ. ഇതാ ശ്രുതി പാവം പൗഡറിലിട്ട് വന്നേ എട്ടിൻ്റെ പണിയായി. ഇനി ഇതെല്ലാം കഴിച്ചിട്ട് നമ്മളെ സ്റ്റാഫിൻ്റെ വക ഇതാ നമുക്കൊരു സമ്മാനമുണ്ട് കേട്ടോ, ഒരു സർപ്രൈസ് ഗിഫ്റ്റ്. അപ്പോൾ ഇതാ ഗിഫ്റ്റും വാങ്ങി പരിപാടി ഉണ്ടല്ലോ വേഗം തീർത്ത്. വേറൊന്നല്ല, കസ്റ്റമർ വരേണ്ട സമയം ഈ ഒരു ഒഴിവില്ലാതെ നമ്മൾ ഈ പരിപാടിയെല്ലാം അറേഞ്ച് ചെയ്തിട്ടില്ല. അപ്പം പരിപാടിയെല്ലാം തീർത്ത് ഇനി നല്ലെല്ലാം തുടച്ചാലും വൃത്തിയാക്കണം കസ്റ്റമർ വരുമ്പോഴത്തേക്ക്. എന്നാലും ഈ പരിപാടിയിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചാരറിയുക ദേ നമ്മുടെ മമ്മിയാണ് കേട്ടോ. ഓക്കെ, ഇതുപോലത്തെ ആഘോഷങ്ങളെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ സാഹചര്യം ഞാൻ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും.